ശാന്തസുന്ദരമായ പശ്ചിമഘട്ട മലനിരകളുടെ മടിത്തട്ടിൽ കാനനശോഭയുടെ കുളിർമയിൽ പ്രകൃതിയുടെ അനുഗ്രഹീത സങ്കേതമായി അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം തല ഉയർത്തി നിൽക്കുന്നു. ഇത് വെറുമൊരു ക്ഷേത്രമല്ല, മറിച്ച് മാനവജന്മത്തിന്റെ 5 അവസ്ഥകളിലൂടെയുള്ള തീർത്ഥാടനമെന്ന സങ്കല്പത്തിൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച പഞ്ചശാസ്താക്ഷേത്രങ്ങളിലെ 3ാമത്തെ കണ്ണി, ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവിന്റെ ദിവ്യസന്നിധി. ഈ യാത്ര മനുഷ്യജീവിതത്തിന്റെ പൂർണ്ണതയിലേക്കുള്ള ആത്മീയമായ ഒരു മുന്നേറ്റമാണ്. കുളത്തൂപ്പുഴയിലെ ബാല്യം മുതൽ കാന്തമലയിലെ വാനപ്രസ്ഥം വരെയുള്ള ആ ജീവിതദശകളിൽ കൗമാരം ആര്യങ്കാവിലും വാർദ്ധക്യം ശബരിമലയിലും ഒതുങ്ങുമ്പോൾ യൗവനത്തിന്റെ പ്രസരിപ്പോടെ പൂർണ്ണ പുഷ്കലാസമേതനായി അച്ചൻകോവിൽ അരശൻ ഇവിടെ കുടികൊള്ളുന്നു. പഞ്ചശാസ്താ ക്ഷേത്രങ്ങളിലൂടെയുള്ള ജീവിത തീർത്ഥാടനമെന്ന ഈ സങ്കല്പം മനുഷ്യന്റെ 5 ജീവിതദശകളെ ധർമ്മശാസ്താവിന്റെ 5 വ്യത്യസ്ത പ്രതിഷ്ഠാഭാവങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു അത്യപൂർവമായ ഭാരതീയ ദർശനമാണ്. കേരളത്തിലെ സഹ്യപർവ്വത നിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ 5 ക്ഷേത്രങ്ങൾ വെറും ആരാധനാലയങ്ങൾക്കപ്പുറം പ്രകൃതിയും ആത്മീയതയും ഇഴചേർന്ന് നിൽക്കുന്ന ഒരാത്മീയ പാതയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ തീർത്ഥാടനം ആരംഭിക്കുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രത്തിൽ നിന്നാണ്. ഇവിടെ ശാസ്താവിനെ ബാലകനായാണ് സങ്കല്പിക്കുന്നത്. ഇത് മനുഷ്യന്റെ ബാല്യാവസ്ഥയെ സൂചിപ്പിക്കുന്നു. തുടർന്ന് കൗമാരദശയെ പ്രതിനിധീകരിച്ച് ആര്യങ്കാവ് ശാസ്താക്ഷേത്രത്തിൽ കൗമാരഭാവത്തിലുള്ള ശാസ്താവിനെ ആരാധിക്കുന്നു. മനുഷ്യജീവിതത്തിലെ യൗവനത്തിന്റെ പര്യായമായ ഗൃഹസ്ഥാശ്രമ അവസ്ഥയെയാണ് കൊല്ലത്തെ തന്നെ അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്താക്ഷേത്രം ഉൾക്കൊള്ളുന്നത്. ഇവിടെ ഇപ്പോൾ 5 നേരം പൂജ മറ്റു ക്ഷേത്രങ്ങളെക്കാളും വിശേഷപ്പെട്ട ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ദിവസം 5 നേരം പൂജയുണ്ട്. ദിവസം നവകലശം ഉള്ള അമ്പലമാണ്. പിന്നെ 3 ശിവേലി അങ്ങനെയുള്ള മഹാക്ഷേത്രത്തിലെ എല്ലാ ചടങ്ങുകളും ഇവിടെ നടക്കുന്നു. അതുപോലെ തന്നെ ഈ സർപ്പ ദംശയായിട്ട് വരുന്ന ഭക്തർക്ക് ഭഗവാന്റെ തൃക്കൈയിലെ ചന്ദനം കൊടുത്ത് സുഖപ്പെടുന്ന ഒരവസ്ഥ കൊണ്ട് അങ്ങനെ വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ശാസ്താവ് പത്നിമാരായ പൂർണ്ണ പുഷ്കലാസമേതനായി വിരാജിക്കുന്നു. 4ാമത്തെ ഘട്ടം വാർദ്ധക്യം അഥവാ സന്യാസം ശബരിമല ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രമാണ്. ഇവിടെ ശാസ്താവ് സർവവും ത്യജിച്ച് ലോകത്തിന് മാർഗദർശിയായി മോക്ഷത്തിന്റെ പടികടക്കുന്ന സന്യാസിഭാവത്തിൽ കുടികൊള്ളുന്നു. 5ാമത്തെയും അവസാനത്തെയും അവസ്ഥയായ വാനപ്രസ്ഥത്തെ പ്രതിനിധീകരിക്കുന്നത് സ്ഥാനം കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത കാന്തമല ക്ഷേത്രമാണ്. പൊന്നമ്പലമേടിന് താഴെ മൂഴിയാർ വനത്തിലായിരിക്കാം ഈ ക്ഷേത്രം ഒളിഞ്ഞുകിടക്കുന്നതെന്നാണ് പൊതുവെയുള്ള ഊഹം. ഈ 5 ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ചരിത്രപരമായ പ്രത്യേകത ഇവയെല്ലാം സഹ്യപർവ്വത നിരകളിലാണെന്നതും ഇവ ഒരേ നേർരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന വിശ്വാസവുമാണ്. മാത്രമല്ല, ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ആകാശദൂരം തുല്യമാണെന്നും കരുതപ്പെടുന്നു. കാടിന് നടുവിൽ നദികളാൽ ചുറ്റപ്പെട്ട് കാണപ്പെടുന്ന ഈ ക്ഷേത്രങ്ങൾ പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണെന്നും മനുഷ്യന്റെ പൂർണ്ണമായ ഒരു ജീവിതചക്രത്തിലൂടെയുള്ള ആത്മീയമായ ഉണർവിനെയാണ് ഈ ദർശനം ലക്ഷ്യമിടുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. അച്ചൻകോവിൽ ശാസ്താവിന് അച്ചൻകോവിൽ അരശൻ എന്നാണ് തമിഴ് സ്വാധീനമുള്ള ഭക്തർ നൽകിയിരിക്കുന്ന പേര്. ഇവിടത്തെ പ്രതിഷ്ഠയുടെ ഭാവം മറ്റ് ശാസ്താക്ഷേത്രങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ഹിമാലയത്തിൽ മാത്രം കാണുന്ന പ്രത്യേകതരം കൃഷ്ണശിലയിൽ തീർത്ത യുഗന്ധര പ്രതിഷ്ഠയാണ് ഇവിടുത്തേത്. പൂർണ്ണ പുഷ്കലദേവിമാരുടെ സാന്നിധ്യത്തോടുകൂടിയ ഈ ഗൃഹസ്ഥാശ്രമി ശാസ്താവിന് കൈക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. കൈക്കുമ്പിളിൽ കോട്ടിയിരിക്കുന്ന ശാസ്താവിഗ്രഹം. ഈ കൈക്കുമ്പിളിൽ എല്ലായ്പ്പോഴും ചന്ദനം അരച്ചു വെച്ചിരിക്കും. ഇതിന്റെ പിന്നിലുള്ള ഐതിഹ്യം ക്ഷേത്രത്തെ വിഷഹാരി എന്ന പേരിൽ പ്രശസ്തമാക്കുന്നു. പണ്ടുകാലത്ത് കൊടുങ്കാടിനുള്ളിൽ വസിച്ചിരുന്ന ജനങ്ങൾക്ക് പാമ്പുകടിയേൽക്കുന്നത് നിത്യസംഭവമായിരുന്നു. ആശുപത്രികളോ ചികിത്സാ സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത് അച്ചൻകോവിൽ ശാസ്താവ് അവർക്ക് രക്ഷകനായി. ഭഗവാന്റെ കൈക്കുമ്പിളിൽ അരച്ചുവെക്കുന്ന ചന്ദനവും ക്ഷേത്ര പരിസരത്തെ തീർത്ഥക്കിണറ്റിലെ ഔഷധ ഗുണമുള്ള ജലവുമാണ് ഇവർക്കുള്ള മരുന്ന്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരും. പിന്നെ ഇവിടെ ഇത് കടിച്ചാലും ആ നിമിഷം ഇവിടെ കൊണ്ടുവരും. അത് പ്രവചിക്കാൻ പറ്റൂല. അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഏത് സമയത്ത് വന്നാലും ഇവിടെ വന്ന് അവിടെ ഒരു മണിയുണ്ട്. മണി അടിക്കുമ്പോൾ പിന്നെ അത് ശ്രീകോവിൽ തുറന്ന് പഴയ പ്രസാദം കൊടുക്കും. അതിവിടെ മാത്രമല്ല, ഇവിടെ വന്ന് മണി അടിക്കും. ഫ്രണ്ടിൽ മണിയുണ്ട്. ആ മണിയിൽ അടിക്കുമ്പോൾ ഇതിനായിരിക്കും അത് അടിക്കുന്നത്. അപ്പോൾ അപ്പോഴേ തുറന്ന് കൊടുക്കും. ശാസ്താവിന്റെ പരിവാരമൂർത്തിയായ കറുപ്പസ്വാമിക്ക് അച്ചൻകോവിലിൽ വലിയ പ്രാധാന്യമുണ്ട്.
മഹിഷി നിഗ്രഹത്തിന് മണികണ്ഠനെ സഹായിക്കാൻ ശിവൻ സൃഷ്ടിച്ച ഭൂതഗണമാണ് കറുപ്പസ്വാമി എന്നാണ് ഐതിഹ്യം. അഭീഷ്ടസിദ്ധിക്ക് ഇവിടെ കറുപ്പനൂട്ട് എന്ന വഴിപാട് നടത്താറുണ്ട്. ഉത്സവത്തിന്റെ 3-ാം ദിനം മുതൽ നടക്കുന്ന കറുപ്പൻ തുള്ളൽ ഈ ക്ഷേത്രത്തിലെ പ്രധാന ആചാരമാണ്. മകരത്തിലെ രേവതി പൂജ എന്ന പ്രതിഷ്ഠാദിനവും പ്രധാന ആഘോഷമാണ്. ഈ ദിവസം നടത്തുന്ന പുഷ്പാഭിഷേകത്തിന് ഉപയോഗിക്കുന്നതത്രയും പുഷ്പങ്ങൾ ദക്ഷിണേന്ത്യയിലെ മറ്റൊരു ദേവാലയത്തിലും ഉപയോഗിക്കുന്നില്ലെന്ന് പറയപ്പെടുന്നു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പത്തനാപുരം താലൂക്കിലെ ആര്യങ്കാവ് പഞ്ചായത്തിൽ കാനന ഭംഗിയാൽ ചുറ്റപ്പെട്ടാണ് അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കേരള അതിർത്തിക്കുള്ളിലാണെങ്കിലും ഭൂമിശാസ്ത്രപരമായ അടുപ്പം കാരണം ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും തമിഴ് സംസ്കാരത്തിന്റെ ശക്തമായ സാന്നിധ്യം കാണാം. ഈ പുണ്യസങ്കേതത്തിലേക്ക് എത്തിച്ചേരാൻ പ്രധാനമായും 2 കാനനപാതകളാണുള്ളത്. കേരളത്തിൽ നിന്ന് പുനലൂരിൽ നിന്ന് ആലിമുക്ക് മുള്ളുമല വഴിയുള്ള പാതയും തമിഴ്നാട്ടിലെ ചെങ്കോട്ട വഴിയുള്ള പാതയും. ഈ 2 വഴികളിലൂടെയുള്ള കൊടുങ്കാടിനുള്ളിലൂടെയുള്ള യാത്ര ഒരു തീർത്ഥാടനമെന്നതിലുപരി പ്രകൃതിയുടെ കുളിർമയും ശാന്തതയും അനുഭവിച്ചറിയാനുള്ള ഒരാത്മീയമായ സ്വയം കണ്ടെത്തൽ കൂടിയാണ്. ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പ്രത്യേകത ശബരിമലയിൽ നിലവിലുള്ള ആചാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 10-നും 50-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് 18 പടികൾ ചവിട്ടി ദർശനം നടത്താൻ സാധിക്കുന്ന ഏക ശാസ്താക്ഷേത്രമാണിത് എന്നതാണ്. ശബരിമലയിലേതുപോലെയുള്ള കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളോ കടുംപിടുത്തങ്ങളോ ഇവിടുത്തെ ദർശനത്തിന് ബാധകമല്ല. ഇത് കൂടുതൽ ഭക്തജനങ്ങൾക്ക്, പ്രത്യേകിച്ച് യുവതികൾക്ക് ഭഗവാനെ ദർശിക്കാൻ അവസരം നൽകുന്നു. തമിഴ് വിശ്വാസം അനുസരിച്ച് മേൽപ്പറഞ്ഞ പഞ്ചശാസ്താ ക്ഷേത്രങ്ങളോടൊപ്പം തിരുനെൽവേലി ജില്ലയിലെ സൂരിമുത്തു അയ്യനാർ ക്ഷേത്രത്തെയും ഉൾപ്പെടുത്തി 6 ക്ഷേത്രങ്ങളായി കണക്കാക്കുന്നു. ഈ 6 ക്ഷേത്രങ്ങൾ മനുഷ്യ ശരീരത്തിലെ കുണ്ഡലിനിയുടെ ഉയർച്ചയ്ക്കാവശ്യമായ ഷഡാധാരങ്ങളെ, അതായത് മൂലം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നിവയെ സൂചിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. ക്രമപ്രകാരം ഈ 6 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാൽ പ്രാണസാക്ഷാത്കാരവും മോക്ഷവും ലഭിക്കുമത്രേ. കൂടാതെ ഈ 6 ക്ഷേത്രങ്ങളോടൊപ്പം എരുമേലിയിലും പൊന്നമ്പലമേട്ടിലും കൂടി ദർശനം നടത്തിയാൽ അഷ്ടരാഗങ്ങളിൽ നിന്നും മോചനം നേടാമെന്നും വിശ്വസിക്കപ്പെടുന്നു. ധർമ്മശാസ്താവിന്റെ ജീവിത ദശകളുമായി അഭേദ്യമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഈ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്ന ഒരു ഭക്തന് ഒരു പുരുഷായുസിന്റെ പൂർണ്ണത ബോധ്യമാകും. കാരണം ഇത് വെറും ദർശനമല്ല, മറിച്ച് ബാല്യം മുതൽ സന്യാസം വരെയുള്ള മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ചുള്ള ആത്മീയമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം ഒരു പുണ്യസ്ഥലം എന്നതിലുപരി പ്രകൃതിയുടെയും സംസ്കാരത്തിന്റെയും ആത്മീയതയുടെയും സംഗമമാണ്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ലഭിക്കുന്നത് വിഷഹാരിയായ ശാസ്താവിന്റെ അനുഗ്രഹം മാത്രമല്ല, കാടിന്റെ കുളിരിലൂടെയുള്ള സഞ്ചാരത്തിൽ ജീവിതത്തിന്റെ പൊരുളറിയാനുള്ള ഒരവസരം കൂടിയാണ്. അതുകൊണ്ടുതന്നെ ഈ കാനനയാത്ര ഒരു സ്വയം കണ്ടെത്തലാണ്. കാടാണ് സർവ്വചരാചരങ്ങളുടെയും ഉൽപ്പത്തിയുടെ മൂലസ്ഥാനമെന്ന സത്യം മനസ്സിലാക്കാൻ ഇത്തരം തീർത്ഥാടനങ്ങൾ നമ്മെ സഹായിക്കും. ഗൃഹസ്ഥാശ്രമിയായ അച്ചൻകോവിൽ അരശന്റെ സന്നിധിയിൽ പൂർണ്ണ പുഷ്കലസമേതനായ ശാസ്താവിനെ വണങ്ങുമ്പോൾ ഒരു മനുഷ്യജന്മത്തിന്റെ പരിപൂർണതയിലേക്കുള്ള ആത്മീയമായ ഒരു പടി ചവിട്ടിക്കയറുകയാണ് ഓരോ ഭക്തനും ചെയ്യുന്നത്. ആ സത്യം തിരിച്ചറിയുന്നവർ ഭാഗ്യവാന്മാരാണ്. 18-ാം പടി ഗണപതി, മുരുകൻ, പിന്നെ നമുക്ക് അനന്തൻ എന്ന് പറഞ്ഞ് ഒരു സ്വയംഭൂ വിഗ്രഹം, ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു വിഗ്രഹമുണ്ട്. പിന്നെ മഹാവിഷ്ണു കൃഷ്ണസങ്കല്പത്തിലുള്ള, പിന്നെ ഗണപതി കന്നിമൂല ഗണപതി, പിന്നെ മറ്റു ക്ഷേത്രത്തിൽ ഇല്ലാത്തതിന് വരുണൻ പ്രത്യേകം പീഠവും ഇതെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ മഴ, നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ നടക്കുമ്പോൾ മഴ പെയ്യാതിരിക്കാനും മഴ പെയ്യാനും വേണ്ടി ഈ വരുണന് പ്രത്യേകം അരിനിരത്തെന്ന് പറഞ്ഞൊരു ചടങ്ങ്, അത് ഇവിടുത്തെ മാത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ കാണാത്തൊരു ചടങ്ങാണ്. പക്ഷെ അത് ഭയങ്കര വിശ്വാസമാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും വിശേഷം നടക്കുമ്പോൾ മഴ പെയ്യുക, അത് വരണമെന്നുള്ളതുണ്ടെന്ന രീതിയിൽ ഇവിടെ വന്ന് അരിനിരത്തുമ്പോൾ അത് കൃത്യമായിട്ട് നടക്കുന്നൊരവസ്ഥ ഉണ്ട്. ഇന്നും ഈ ആചാരം ഇവിടെ തുടരുന്നു. പാമ്പുകടിയേറ്റ് വരുന്നവർക്ക് അവരുടെ ആവശ്യാനുസരണം ഏത് സമയത്തും ക്ഷേത്രനട തുറക്കും. ഇതിനായി പൂജാരിമാർ ക്ഷേത്രത്തിൽ തന്നെ താമസിക്കുന്നു. ചന്ദനവും തീർത്ഥവും കഴിച്ച് രോഗം പൂർണ്ണമായി ഭേദമാകുന്നതുവരെ 3 ദിവസം ക്ഷേത്രത്തിൽ താമസിച്ച ശേഷമേ അവർക്ക് മടങ്ങിപ്പോകാൻ അനുവാദമുള്ളൂ. തികച്ചും സൗജന്യമായ ഈ ചികിത്സാരീതിക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ക്ഷേത്രക്കിണറിലെ ജലത്തിന്റെ ഔഷധഗുണം ഇന്നും ഒരു സമസ്യയായി നിലനിൽക്കുന്നു. സഹ്യപർവ്വതത്തിന്റെ കൊടുമുടികളിലൊന്നായ തൂവൽ മലയിൽ നിന്നുത്ഭവിച്ച് 100 കണക്കിന് ഔഷധ സസ്യങ്ങളെ തഴുകി ക്ഷേത്രത്തെ ചുറ്റിയൊഴുകുന്ന അച്ചൻകോവിലാറാണ് ഈ തീർത്ഥജലത്തിന് പിന്നിലെ ഔഷധഗുണത്തിന് ഒരു കാരണം. വിഷം തീണ്ടുന്നതിന് മാത്രമല്ല, കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്കും അച്ചൻകോവിൽ അരശൻ ആശ്രയമാണ്.
നൊന്തു പ്രാർത്ഥിക്കുന്നവർക്ക് ഫലം ലഭിക്കുന്നു എന്നതിന്റെ തെളിവാണ് ക്ഷേത്രത്തിൽ കെട്ടിയിരിക്കുന്ന നൂറുകണക്കിന് കുഞ്ഞു തൊട്ടിലുകൾ. ഇവിടെ ആടുന്ന ഓരോ തൊട്ടിലും ഓരോ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിന്റെയും സാഫല്യമാണ്. അതുപോലെ ഗൃഹസ്ഥാശ്രമി ശാസ്താവിനെ ദർശിച്ചാൽ ജീവിതത്തിന്റെ മൂന്നാമത്തെ അവസ്ഥയായ യൗവനത്തിന്റെ പൂർണ്ണത ലഭിക്കുമെന്നും കാന്തമല ദർശനം സാധിക്കാത്തവർക്ക് തങ്കവാൾ ചാർത്തിയ അച്ചൻകോവിൽ അരശനെ വണങ്ങിയാൽ ആ കുറവ് പരിഹരിക്കാമെന്നും വിശ്വാസമുണ്ട്. അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ അതിന്റെ തമിഴ് സംസ്കാരത്തിന്റെ സ്വാധീനം വ്യക്തമാക്കുന്നതാണ്. ധനുമാസം 1 മുതൽ 10 വരെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്ന് കരുതുന്ന തങ്കവാൾ ശാസ്താവിന് ചാർത്തുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ പുനലൂരിലുള്ള സ്ട്രോങ് റൂമിലാണിത് സൂക്ഷിക്കുക. ഈ തങ്കവാളിന്റെ തൂക്കം ഒരത്ഭുതമാണ്. ഓരോ തവണ തൂക്കി നോക്കുമ്പോഴും വ്യത്യസ്തമായ അളവാണ് കാണിക്കുക. ചിലപ്പോൾ കൂടിയ തൂക്കം, മറ്റു ചിലപ്പോൾ കുറഞ്ഞ തൂക്കം. അതുകൊണ്ടുതന്നെ ഒരിടത്തും കൃത്യമായ തൂക്കം രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വൈചിത്രം ഭഗവാന്റെ ദിവ്യശക്തിയുടെ ഒരു സൂചനയായി ഭക്തർ കരുതുന്നു. തെക്കൻ കേരളത്തിൽ അപൂർവമായി മാത്രം ദർശിക്കാൻ കഴിയുന്ന ചടങ്ങുകളിലൊന്നാണ് അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ രഥോത്സവം. പാലക്കാട്ടെ കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ചടങ്ങ് കൊണ്ടാടുന്ന പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് അച്ചൻകോവിൽ. ധനുമാസം 1 മുതൽ 10 വരെ നടക്കുന്ന മണ്ഡലപൂജ എന്ന ഉത്സവത്തിന്റെ പ്രധാന ആകർഷണമാണ് ഈ രഥഘോഷയാത്ര. ഉത്സവത്തിന്റെ 3-ാം ദിവസം മുതൽ ശാസ്താവിന്റെ വിഗ്രഹം തേരിന്റെ ആകൃതിയിലുള്ള ചെറിയ വാഹനത്തിൽ എഴുന്നള്ളിക്കാറുണ്ട്. എന്നാൽ രഥോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് 9-ാം ഉത്സവത്തിനാണ്. അന്ന് ചക്രങ്ങൾ ഘടിപ്പിച്ച വലിയ രഥത്തിലാണ് ഭഗവാനെ വഹിച്ചുകൊണ്ട് എഴുന്നള്ളിക്കുന്നത്. ഈ ദിവ്യമായ ഘോഷയാത്ര മണികണ്ഠ മുത്തയ്യസ്വാമിയുടെ എഴുന്നള്ളത്തെന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ രഥം പൂർണ്ണമായും വനത്തിൽ നിന്ന് ശേഖരിച്ച തടികൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന പ്രത്യേകതയുമുണ്ട്. രഥോത്സവത്തിന്റെ സുവിശേഷമായ ആചാരങ്ങളിൽ ഭക്തർ ശരണം വിളികളോടെ രഥത്തിനിരുവശവും കെട്ടിയ ചൂരൽവള്ളിയിൽ പിടിച്ചു വലിക്കുന്നത് ഭക്തിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ രഥത്തിനു മുന്നിലായി കാന്തമല ശിവക്ഷേത്രത്തിൽ നിന്ന് കൊടുത്തയച്ച തങ്കവാളും കോന്നി ശിവക്ഷേത്രത്തിൽ നിന്ന് കൊടുത്തയച്ച അന്നക്കൊടിയുമേന്തി എക്സിക്യൂട്ടീവ് ഓഫീസറും കറുപ്പസ്വാമിയുടെ പൂജാരിയും അകമ്പടി സേവിക്കുന്നത് ചടങ്ങിന്റെ പവിത്രത കൂട്ടുന്നു. ഈ ഘോഷയാത്രയിൽ ശ്രദ്ധേയമായ മറ്റൊരു സങ്കല്പം വടക്കേ നടയിലെത്തുമ്പോൾ രഥം 3 തവണ അങ്ങോട്ടുമിങ്ങോട്ടും വലിക്കുന്നതാണ്. ഇത് ഭഗവാനായ അയ്യനെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായും നാട്ടുകാർ തടഞ്ഞ് ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്നതുമായുള്ള സങ്കല്പത്തിന്റെ ഭാഗമാണ്. ഈ ആചാരങ്ങൾ അച്ചൻകോവിൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തമിഴ് സംസ്കാരവുമായുള്ള അഭേദ്യ ബന്ധം വിളിച്ചോതുന്നു.